ഹായ് ഹലോ നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം പറയാം, ഈ ഫോണ് കുടയ്ക്കുള്ളിലാണ്, ഞാൻ പുറത്താണ്. ഇപ്പം മഴ വരും, അപ്പോൾ ഞാൻ ഇങ്ങനെ അകത്ത് കയറും, അല്ലെങ്കിൽ പുറത്തേക്ക്. കാരണം ലൈറ്റ് പുറത്താണുള്ളത്, പക്ഷേ ഫോണ് നനയ്ക്കാൻ പറ്റില്ലല്ലോ. ഒരു കാഴ്ച വേണം കാണിച്ചത്, നിങ്ങൾ കാണുമെന്ന് എനിക്കറിയില്ല. എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ കാണാൻ? നമസ്കാരം. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് നല്ല രീതിയിൽ മഴ വന്നു. ഞാൻ ഓടി എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ടാർപ്പാട്ടിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫോൺ നോക്കിയിരുന്നു, കാരണം അതിൻ്റെ ഉള്ളിൽ ലൈറ്റും ഇല്ല, പിന്നെ നല്ല മഴയായതുകൊണ്ട് നല്ല സൗണ്ടുമാണ്, റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പം മഴ കഴിഞ്ഞു. അടുത്ത മഴയ്ക്ക് വേണ്ടിയിട്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോഡിങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ലോഡ് ചെയ്യും വെടിവെക്കും, ലോഡ് ചെയ്യും വെടിവെക്കും. ചില സമയത്ത് ഫുൾ വെടിയാണ്. ഫുൾ രാവിലെ തന്നെ അല്ല, ഇതാരാ ലോഡ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല, പക്ഷേ ഫുൾ വെടിയാണ്. വെടിയെന്ന് പറഞ്ഞാൽ മഴയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഹൈറിച്ചിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ വേണ്ടി കുറേ നാളായിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് എൻ്റെ ഹൈറിച്ച് കമ്പനിയെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നീട് കുറേ നാൾ ചെയ്യാണ്ടിരിക്കുകയാണ്. കാരണം ചില കാരണങ്ങൾ, പ്രത്യേകിച്ച് എനിക്ക് അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്നാലും ഈ കമ്പനി എന്നുള്ള നിലയിൽ കമ്പനിയെക്കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുള്ള, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട, നാടിനും നാട്ടുകാർക്കുമൊക്കെ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിന് എന്നുള്ള രീതിയിലുള്ളൊരു കേസ് ഒരുപാട് 10,000-കണക്കിന് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ആവശ്യമില്ലാതെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന, എന്തിനാണെന്ന് പോലും അറിയാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ എന്തൊക്കെയോ പ്രോഗ്രസ്സുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതായത് ഞാൻ ഈ കേസ് തുടങ്ങിയ കാലം തൊട്ട് ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ, ഇത് തുടങ്ങിയ മാസങ്ങളിൽ അങ്ങനെ ഗ്രാജുവലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയി. അതൊക്കെ അറിയാവുന്നവർക്ക് മനസ്സിലായി, അല്ലാത്തവർ എന്താണെന്ന് പഠിച്ചിട്ടുമില്ല, പറയാൻ ശ്രമിച്ചിട്ടുമില്ല. നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ചില കിഴങ്ങ് മന്ദബുദ്ധികളും, പിന്നെ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യം ഉണ്ടായിട്ടും കമ്പനിയെ തകർക്കാൻ ശ്രമിക്കുന്ന വലിയ കമ്പനി മുതലാളിമാരും ഒക്കെ അങ്ങനെ പല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ലേറ്റസ്റ്റായിട്ട് വന്ന ഹൈക്കോടതിയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ, ഈ ചെറിയ ചെറിയ കോടതിയിൽ നടക്കുന്ന ചില വിധികൾ, അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കോടതിയെക്കുറിച്ച്, അതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ ഹൈക്കോടതിയിലോട്ടൊന്നും സ്വാധീനങ്ങൾ ചെലുത്ത ഇച്ചിരി പണിയാണ് എന്നുള്ള രീതിയിലൊക്കെ പലരും എന്നോട് സംസാരിച്ചു. അത് ഞാൻ എൻ്റെ അഭിപ്രായമല്ല, അതിനിങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ചിലതൊക്കെ വളഞ്ഞ് മൂക്ക് പിടിക്കണം നമ്മൾ ക്യാമറ ഓണാക്കി സംസാരിക്കുമ്പോഴും അതിനുവേണ്ടി. പക്ഷേ ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഹൈറിച്ച് കമ്പനി, അതിൻ്റെ ബിസിനസ്, ആ ബിസിനസ്സിനെ കുറിച്ച് എന്തായാലും ന്യൂട്ടൺസ് ലോ എന്ന് പറഞ്ഞ ഒരു അഡ്വക്കേറ്റ് ഒരു ഫേം, ഒരു ടീം ഉണ്ടായിരുന്നതും, ഹൈറിച്ചിനെ കുറിച്ച് ഹൈറിച്ചിൻ്റെ ഓണേഴ്സ് അവരെ ബന്ധപ്പെടാൻ ഇടയായതും, അവർ എന്തായാലും ബഡ്സ് ആക്ട് എന്ന് പറഞ്ഞ നിയമം എന്താണെന്നും ഹൈറിച്ച് എന്താ ചെയ്തതെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാനും, കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ബോധവും പൊക്കണമുള്ള ചില വക്കീലുമാർ നമ്മളെ കേസ് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ. കുറച്ച് നാൾ മുമ്പേ നമ്മൾ കേട്ട സന്തോഷ വാർത്ത. അതിൻ്റെ ഫലമായിട്ട് പിന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ, കോടതിയിലെ ജഡ്ജിനൊക്കെ കാര്യം മനസ്സിലാവുന്ന ജഡ്ജ്, കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം വരുന്ന ജഡ്ജ് മാത്രമല്ല, നമ്മളെ വിധി, അതായത് ഈ കേസ് വാദിക്കാനുള്ളൊരു അവസരം നന്നായിട്ട് നമുക്ക് കിട്ടുകയും അതിൽ നല്ല രീതിയിൽ വാദങ്ങൾ നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ ഇപ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഹൈറിച്ച് എന്താ ബിസിനസ് ചെയ്യുന്നതെന്നൊക്കെ ഇനിയുള്ള പുതിയ കേസുകളുടെ കോടതി ദിനങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഓൾറെഡി അറിയാം കാര്യങ്ങളൊക്കെ. പക്ഷേ കോടതിയെ ധരിപ്പിക്കുക, അതായത് ഈ നാശങ്ങളെ ഈ നാടിനൊന്നും ഒരു ഗുണമില്ല, സ്വന്തം കാര്യം സ്വന്തം കീശയിലും അവൻ്റെ അണ്ണാക്കിലും മാത്രം തള്ളണം എന്നുള്ള ആ ആഗ്രഹത്തിൽ ജീവിക്കുന്ന ചില പുഴുത്ത രാഷ്ട്രീയക്കാരും, ചില പുഴുത്ത രാഷ്ട്രീയക്കാർക്കും, പിന്നെ ഈ സ്വന്തം ബാങ്ക് നിറയ്ക്കണം, സ്വന്തം ആർമാദിച്ച് അപരാധ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ഏത് ജനത്തെയും പറ്റിക്കുന്ന കള്ളൻ മുതലാളിമാരുടെയൊക്കെ ഗൂഢ ആലോചനയുടെ പകരമായിട്ട് ഒരുപാട് ആളുകൾ പ്രതീക്ഷയോടെ ജീവിച്ചുകൊണ്ടിരുന്ന, വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കുന്ന, ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ പോലെ, കേരളം പോലെ
ഒരു സംസ്ഥാനത്ത്, ഇന്ത്യ പോലൊരു രാജ്യത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാന്യമായ രീതിയിൽ മറ്റ് ആളുകളെയും പങ്കെടുപ്പിച്ച്, സാധാരണക്കാരെ പങ്കെടുപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന് ഒരു കമ്പനിയെ വളർത്തിയെടുത്ത് ആ കമ്പനിയുടെ വളർച്ചയിലാണെങ്കിലും ആ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്നവരെയും, അത് ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് സെയിൽ നടക്കുമ്പോൾ ആ സെയിലിൽ പങ്കെടുക്കുന്നവരെയും എല്ലാവരെയും ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഒരു വരുമാനം വാങ്ങുന്ന, ഇതൊക്കെ ലോകത്ത് ഇതും ചില ഒരു എക്കണോമിക്സിനെ കുറിച്ചുള്ള ഒരു സമൂഹത്തിൻ്റെ നടത്തിപ്പ് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു പിടുത്തം കിട്ടാത്ത, എങ്ങനെ ഒരു ഐഡിയാപരമായിട്ട് ചിന്തിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കുമുള്ള വരുമാനം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊന്നും, ഈ കോടികളുടെ കണക്കിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് കേട്ടിട്ടില്ലാത്ത, ലോട്ടറി എടുത്ത് മാത്രം പരിചയമുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ മനസ്സിലാവുന്ന, അങ്ങനെ അറിയാവുന്ന ആളുകൾ നല്ല നിയമത്തിലെ നല്ല നല്ല കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല നല്ല രീതിയിൽ ആളുകളെയൊക്കെ വരുമാനം കൊടുത്ത് വളർന്നുകൊണ്ടുവരുന്ന ഒരു കമ്പനിയെ ഇത്തരം നാശങ്ങൾ പൂട്ടിച്ച് കടത്തി കുറേ നാൾ. പക്ഷേ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തിന് അങ്ങനെ എല്ലാം വെറുതെ അങ്ങനെ പൂട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളത് കൊണ്ട്, നമുക്കവിടെ സംസാരിക്കാൻ സമയമുണ്ട് എന്നുള്ളത് കൊണ്ടും ഭാഗ്യം ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനി അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ കോടതിയെ ബോധിപ്പിച്ചു. ഈ രാജ്യത്തിൻ്റെ ആത്മാവിനെ ബോധിപ്പിക്കുവാൻ ശ്രമിക്കുകയാണിപ്പോൾ. ആത്മാവെന്ന് പറയുമ്പോഴൊക്കെ ഇതൊക്കെ ഒരു വൈകാരികമായ വേർഡുകളാണെങ്കിലും അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം ബി.ആർ. അംബേദ്കർ എഴുതി വെച്ച ആ ഭരണഘടനയുടെ കീഴിൽ വരുന്ന ആ സിസ്റ്റം ഒരിക്കലും ഇവിടുത്തെ പൗരനെ അന്യായമായ, അവിശ്വാസപരമായി ഒരു കള്ളനാക്കില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഭാഗ്യം നമുക്ക് ഈ കേസ് നല്ല രീതിയിൽ ജയിക്കുമെന്നുള്ള ഉറപ്പാണ് 100%. ഈ കേസ് ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിലൊന്നും ജയിച്ചില്ലെങ്കിൽ പിന്നെ ഈ ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊന്നുമല്ല, തലകുത്തി നിൽക്കണം കാര്യങ്ങൾ. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, തലകുത്തി നിൽക്കില്ല. പക്ഷേ മനുഷ്യരല്ലേ, എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പലതും സംഭവിച്ചിട്ടുമുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു അന്തിമ വിജയമെന്നും ന്യായത്തിന് മാത്രമേ ഈ രാജ്യത്ത് കിട്ടിയിട്ടുള്ളൂ, ഭൂരിഭാഗവും എന്നുള്ള ആ ഒരു ഉറപ്പിൻ്റെ മേലെ നമുക്കെന്തായാലും പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ഹൈറിച്ച് തിരിച്ചു വരും. ഹൈറിച്ച് തിരിച്ചു വന്നാൽ ഇവിടെ ലോകാത്ഭുതങ്ങളൊന്നും അല്ല. പിന്നെ ലോകത്തുള്ള എല്ലാവരും ഇങ്ങനെ വാണം വിട്ട് റോക്കറ്റ് പോലെയൊന്നും പോകേണ്ടി വരില്ല. പക്ഷേ കാലക്രമേണ അതിനുള്ള സാധ്യതയുണ്ട്. കാരണം ഹൈറിച്ച് ഈസ് നോട്ട് സംതിങ് ദാറ്റ് യു സീ ഓൺ ദ മാർക്കറ്റ്. ബൈ.